മക്കളെ, എൻ്റെ മക്കളെ, കുറച്ചു സമയം ശാന്തമായിരുന്ന് കേൾക്കൂ. നിങ്ങളുടെ ദിവസങ്ങൾ എങ്ങനെയാണെന്ന് എനിക്കറിയാം. പുറത്ത് നിങ്ങൾ ശക്തരായി തോന്നിച്ചാലും ഉള്ളിൽ എത്രയോ ചിന്തകളും ഭയങ്ങളും നിങ്ങളെ അലട്ടുന്നുണ്ടല്ലോ. നിനക്കിപ്പോൾ എല്ലാം ഒന്ന് തെറ്റിയ പോലെ തോന്നുന്നുണ്ടോ? എത്ര ശ്രമിച്ചാലും കാര്യങ്ങൾ ശരിയാകുന്നില്ലെന്നൊരു ഭാരം ഉള്ളിലുണ്ടോ? രാവിലെ കണ്ണു തുറക്കുമ്പോൾ തന്നെ ഒരങ്ക, രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ പോലും മനസ്സ് ശാന്തമാകാത്ത അവസ്ഥ. ആ ഭാരം ഞാൻ കാണുന്നുണ്ട് മക്കളെ. ജോലിയെക്കുറിച്ച് നീ ആശങ്കപ്പെടുന്നുണ്ടല്ലോ. ഇത്രയും ശ്രമിച്ചിട്ടും ഒരു അവസരം കിട്ടാത്തതുകൊണ്ട് നീ ഉള്ളിൽ തകരുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ ജോലി ഉണ്ടെങ്കിലും മനസമാധാനമില്ലാതെ ഓരോ ദിവസവും നീ തള്ളിപ്പോകുന്നുണ്ടല്ലോ. പണത്തിൻ്റെ കാര്യം, ചിലപ്പോൾ വളരെ ചെറുതായ ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാതെ നീ മിണ്ടാതിരിക്കുന്നു. മറ്റുള്ളവരുടെ മുന്നിലെല്ലാം ശരിയെന്ന പോലെ പെരുമാറുമ്പോഴും ഉള്ളി നീ മാത്രം അറിയുന്ന വേദന അതെനിക്കറിയാം. ബന്ധങ്ങൾ, നീ വിശ്വസിച്ച ആളുകൾ തന്നെ നിന്നെ വേദനിപ്പിച്ചപ്പോൾ എനിക്കെന്താണ് കുറവ് എന്ന് നീ സ്വയം ചോദിച്ച നിമിഷങ്ങൾ, ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞ രാത്രികൾ, ആരോടും പറയാനാകാത്ത വിഷമം, അതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് മക്കളെ. കുടുംബത്തിൻ്റെ ഭാരം, എല്ലാവർക്കും വേണ്ടി നീ ശക്തനായി നിൽക്കുന്നു. മക്കളെ, ഈ എല്ലാം ഞാൻ കാണുന്നുണ്ട്. നിങ്ങളുടെ ഓരോ നിശബ്ദ വേദനയും എനിക്കറിയാം. നിങ്ങൾ പലപ്പോഴും ചോദിക്കും, എന്തിന് ഇത്രയും പരീക്ഷണം? എന്തിന് എൻ്റെ ജീവിതം ഇങ്ങനെ? ഒരു കാര്യം മനസ്സിലാക്കൂ, നിങ്ങൾ നേരിടുന്ന ഓരോ കഷ്ടപ്പാടും നിങ്ങളെ തകർക്കാനല്ല, നിങ്ങളെ തയ്യാറാക്കാനാണ്. നിങ്ങളിപ്പോൾ കാണുന്നത് ഒരു ചെറിയ ഭാഗം മാത്രം. നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാനുള്ള നല്ല കാര്യങ്ങൾ ഇനിയും മുന്നിലുണ്ട്. മക്കളെ, നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. നിങ്ങൾ രാത്രിയിൽ ഒറ്റയ്ക്ക് കരയുമ്പോൾ, ആരും കാണാതെ കണ്ണീർ പൊഴിയുമ്പോൾ, നിങ്ങൾക്ക് ആരുമില്ലെന്ന് തോന്നുന്ന നിമിഷങ്ങളെ ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങൾക്ക് എല്ലാം വിട്ടു പോകണമെന്ന് തോന്നുന്ന ദിവസങ്ങളുമുണ്ടാകും. പക്ഷേ നിങ്ങൾ അത്രയും ദുർബലരല്ല. നിങ്ങൾ ഇതിനകം തന്നെ പലതും തരണം ചെയ്തവരാണ്. ഇനിയും കുറച്ചു മുന്നോട്ടു പോയാൽ നിങ്ങൾ കാത്തിരിക്കുന്ന മാറ്റങ്ങൾ നിങ്ങളെ തേടി വരും. മക്കളെ, നിങ്ങൾ നല്ല മനസ്സോടെ ജീവിക്കുന്നുണ്ടെങ്കിൽ, ആർക്കും ദോഷം ചെയ്യാതെ മുന്നോട്ടു പോകുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പരിശ്രമം ഒരിക്കലും വെറുതെയാകില്ല. ഇപ്പോൾ വൈകുന്ന പോലെ തോന്നാം, പക്ഷേ ശരിയായ സമയം വരുന്നു. മനം തളരുന്ന നിമിഷങ്ങളിൽ വളരെ വലിയ പ്രാർത്ഥനകൾ വേണ്ട. ഒരു നിമിഷം ഹൃദയത്തിൽ നിന്ന് അമ്മേ എന്ന് വിളിക്കൂ. ആ വിളി മതി, ഞാനത് കേൾക്കും. മക്കളെ, നിങ്ങളുടെ സമയം വരുന്നു. നിങ്ങളുടെ ജീവിതം മാറാൻ പോകുന്നു. അത് പെട്ടെന്നല്ല, പക്ഷേ ഉറപ്പായും. അതുകൊണ്ട് നിങ്ങൾ നിർത്തരുത്. ഒരു ദിവസം നിങ്ങൾ പിന്നോട്ട് നോക്കി പറയും, ഇതെല്ലാം കഴിഞ്ഞു, ഞാൻ ജയിച്ചു. അന്ന് നിനക്ക് വേണ്ട സമാധാനം, നിനക്ക് വേണ്ട സ്ഥിരത, നിനക്ക് വേണ്ട സന്തോഷം എല്ലാം നിനക്കെത്തും. നിങ്ങൾ ഇന്നത്തെ നിങ്ങളെ ഓർത്ത് അഭിമാനിക്കും. മക്കളെ, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തിൽ ശാന്തി നിറയട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വരട്ടെ. ഭയപ്പെടേണ്ട.